സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ വീഡിയോ എത്തിയത്. സോ ഗൈസ്, ഇന്നാണ് ഓണം. സാധാരണ നമ്മൾ എല്ലാ വട്ടം ഓണത്തിന് മാവേലിക്ക് വേണ്ടി കാർ അടിച്ചു വെച്ചാൽ മാവേലി ഇങ്ങോട്ട് വരില്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ. പക്ഷേ ഈ വട്ടം നമ്മൾ ഓണം ഇവിടെയല്ല സെലിബ്രേറ്റ് ചെയ്യാൻ പോകണം ഗൈസ്. നമ്മളെന്ന് വെച്ചാൽ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ സിറ്റിയിലാണ് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോകണം. നമ്മുടെ ഫ്രണ്ട് ജാക്ക് നമ്മളങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഷിൻഷാൻ ഇന്നലെ അങ്ങോട്ട് പോയി. ആ റേസിങ് അതിന് അപ്പം തന്നെ ജാക്ക് വന്ന് ഷിൻഷാൻ വിളിച്ചോണ്ട് പോയി. അപ്പോൾ റിയ ഓണം സെലിബ്രേറ്റ് ചെയ്യണം അവളുടെ വീട്ടിൽ പോയിട്ടാണ്. എന്ന് വെച്ചാൽ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം നമ്മൾ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ കയറി ജാക്കിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ജാക്കിൻ്റെ വീട്ടിൽ ഓണത്തിന് ഞാൻ മാത്രമല്ല, ജാക്കിൻ്റെയും എൻ്റെയും പിന്നെ ജാക്കിൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ ഫ്രണ്ട്സ് ജാക്കിൻ്റെ ഫ്രണ്ട്സാണ്, പിന്നെ ഷിൻഷാൻ്റെ ഫ്രണ്ട്സും ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോയിൽ പോകണം. അതാണ് നമ്മളെ ഇന്നത്തെ പരിപാടി. എന്നുവെച്ചാൽ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെയായിട്ട് ആ സിറ്റി ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ല ആ സിറ്റി. അതൊരു വിഷയം സിറ്റിയാണ്. ഞങ്ങൾ നിങ്ങളെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അപ്പം ഇനി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പോൾ ഒരു സാധനം നിങ്ങളടുത്ത് പറയാം. അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ പറയാൻ പറ്റുള്ളൂ. അതൊക്കെ അത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഡൊമിങ്കോസിൻ്റെ വീടുണ്ട്, അവൻ്റെ അടുത്ത് പറയണമെന്നുണ്ട്. പക്ഷേ ഗൈസ്, കഴിഞ്ഞ വട്ടം ഞാൻ ജയിലിൽ കിടന്ന് ഇതൊക്കെ അവൻ എന്നെ ശപിക്കണമെന്ന് തോന്നുന്നു. അത് കാരണം അവൻ്റെ അടുത്ത് പറയണേ ശരിയല്ല. അവൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇന്ന് ഞാൻ മിക്കവാറും ജയിലിൽ കിടക്കേണ്ടി വരുമായിരിക്കും. അത് കാരണം അവൻ്റെ അടുത്ത് പറയാനുള്ള സേഫ് സോണിൽ നിന്ന് കളിക്കുക, അതായിരിക്കും ബുദ്ധി. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ താഴെട്ടുണ്ട്. ദേ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി ഞാൻ ഓൾറെഡി പറഞ്ഞത്, എന്നാലും വെറുതെ വീണ്ടും പറയാണ്, ഇതൊന്നുമല്ല നമുക്കുള്ള ട്രെയിൻ. ഇവിടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഇവിടെ നോക്കിയാൽ കാണാം. ഇൻഡിപെൻഡൻസിലേക്ക് അവർ സെറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. അറിയില്ല, ഈ വട്ടം ഇൻഡിപെൻഡൻസ് ഡേ ഒരു സാറ്റർഡേ ആയിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ട്രെയിനിന് കാത്തിരിക്കാം. അതിന് മുമ്പ് കാറിൽ നിന്ന് എൻ്റെ ബാഗ് എടുക്കട്ടെ. സോ ഗൈസ്, നമ്മളങ്ങനെ എൻ്റെ ബാഗ് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പം ഇനി ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണാൻ പോലെ ജാക്കിൻ്റെ വീഡിയോ ഒക്കെ. അപ്പം ടാറ്റ. ഗൈസ്, ഞാനാണ് ജാക്ക്. ഫ്രാങ്ക്ലിനെ കുറിച്ച് കുറെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു ഗൈസ്. ഇന്നാണ് ഓണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഈ പൂക്കളിട്ട് ഞാനും ഷിൻഷാൻ്റെ പിന്നെ അവിടെ നിൽക്കുന്ന എല്ലാവരും ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ടിട്ട് പൂക്കളാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ സംശയം. പിന്നെ ഇവിടെ ഒരു വലിയ മാവേലിയുടെ സ്റ്റാച്ചു ഉണ്ട്, അത് ഞങ്ങളെല്ലാവരും കൂടി പണിതാണെന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പുറത്തുനിന്ന് ആളെ വിളിച്ച് പണിയിപ്പിച്ചാണല്ലോ. അപ്പൊ അവിടെയാണ് നമ്മുടെ ഷിൻഷാന്റെയും പിന്നെ എന്റെയും കൂട്ടുകാർ ഇരിക്കണം. ഇത് ഷിൻഷാൻ, ട്രെവർ, പത്തിലു, പിന്നെ GTA 5 ഫ്രാങ്ക്ലിൻ, മൈക്കിൾ, ഡോറേമോൻ, നോബിത്ത, പിന്നെ പത്തിലു. ഇനി ഒരാളും കൂടി പറയണ്ട, ആരാന്നൊക്കെ അറിയാലോ, നമ്മുടെ ഫ്രാങ്ക്ലിൻ. അവൻ ഇന്ത്യൻ ബൈക്ക് ട്രെയിൻ 3 സിറ്റി എന്നാണല്ലോ വന്നത്. അപ്പൊ എന്നെ വിളിക്കാനൊന്നും പോകണ്ട, അവന് വേണ്ടി ഞാൻ ഒരു ലെംബോർഗിനി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവൻ തന്നെ അടിച്ചു വെച്ചാൽ അവൻ ഇവിടെ കൊണ്ടുവന്ന് എനിക്കാന്നാണ്. അപ്പൊ അതാ റെയിൽവേ സ്റ്റേഷനിലിട്ടുണ്ട്. പിന്നെ അവൻ റെയിൽവേ സ്റ്റേഷനിൽ നേരെ ലെംബോർഗിനി കയറുന്നു. ഇവിടെ നിന്ന് സദ്യ ഉള്ളിൽ ഓണാണ് ഗൈസ്. ഇന്ന് ഓണതാണ്, അടിച്ചു പൊളിക്കും നമ്മൾ എന്തായാലും, അത് ഉറപ്പാ. ബാക്കി കാര്യം നിങ്ങളടുത്ത് ഫ്രാങ്ക്ലിൻ പറയും. അങ്ങനെ ഫൈനലി നമ്മൾ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇനി പിന്നെന്താണ്, ഇവിടെ നിന്ന് ആ ലെംബോർഗിനി ഉണ്ട്. എവിടെ ഞാൻ അടിച്ചു മാറ്റിയ അവന് കൊടുത്ത ഗോൾഡൻ ലെംബോർഗിനി കാണുന്നില്ലല്ലോ ഇവിടെ അങ്ങ് നോക്കിയിട്ട്. നിങ്ങൾ കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. അതേ കിടക്കുന്നത്. ഇതാരാ 3 പേര് അവിടെ നിൽക്കണം? എന്താ ട്രിപ്ലെറ്റ്സിനെ പോലെയല്ലേ വയസ്സ്? അവരെ കാണാൻ 3 പേര് ഒരേപോലെ. ഇത് 4ാമത്തെ ഒരാൾ അതുപോലെ ഉണ്ട് കാണാൻ. ഇവിടുത്തെ സിറ്റി കുറച്ച് വിചിത്രമാണ് വയസ്സ്. എനിക്ക് അറിയില്ല ഈ സിറ്റി എന്താ. ഇതെന്താനെ എന്താ ഇവരിങ്ങനെ? ആരെയും വിളിച്ചായിരുന്നാ? നിങ്ങളാണോ എന്നെ വിളിച്ചത്? നിങ്ങളാണോ എന്നെ വിളിച്ചത്? ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചതെന്നൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് സുഖമായിട്ട് വീട്ടിൽ പോയായിരുന്നു. കാര്യം സിമ്പിളാണ്. നീ സുഖമായിട്ട് വീട്ടിൽ പോണ ലെംബോർഗിനി ഞങ്ങൾക്ക് വന്നിട്ട് നീ വീട്ടിൽ പോയാൽ മതി, അല്ലെങ്കിൽ നീ ഇവിടെ തന്നെ ഇരുന്നോ. നീ പറഞ്ഞത് ശരിയാണ് ജഗ്ഗു. നമ്മള് പറയണേക്കാൾ വീട്ടിൽ തുടങ്ങി. ഇവനൊക്കെ ഇടിച്ചു തീർക്കാൻ വേറെ എന്ത് ചെയ്യാൻ? ഭീഷണിപ്പെടുത്താൻ എന്നെ തിരിച്ചടിക്കാറായടാ. എല്ലാത്തിനും തട്ടിയിട്ട കാര്യമുള്ളൂ. ഇടിച്ചിടിച്ചാൽ എല്ലാത്തിൻ്റെ അണപ്പല് പൊട്ടി. എന്താണ് നിനക്കൊക്കെ എൻ്റെ ലെംബോർഗിനിയാണ്. ഞാൻ കഷ്ടപ്പെട്ട് അടിച്ചു വെച്ചല്ലേ, ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചു. അത് നിനക്ക് എന്തിൻ്റെ ആടാടാ? എന്ത് പോലീസ് ജീപ്പൊക്കെ വന്നാന്നില്ല. വീണേൻ്റെ അവൻ്റെ നിലവിളി. എന്താ പോലീസ്? ഫ്രാങ്ക്ലിനെ മര്യാദയ്ക്ക് ഇവിടെ നിന്നോട്ടെ. യുവർ അണ്ടർ അറസ്റ്റ്. സാറേ, ഞാനൊന്നും ചെയ്യില്ല. ഇവരെൻ്റെ ലെംബോർഗിനി അടിച്ചു വെച്ചാൽ ഞാൻ ഇടിച്ചിട്ടൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലെംബോർഗിനി അടിച്ചു വെച്ചാൽ വന്ന് വെച്ച് നീ അവരൊക്കെ തട്ടിക്കളയോ? നീ മര്യാദക്ക് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളുടെ ഇവിടെ വന്നേക്കാം, അല്ലെങ്കിൽ നിന്റെ പരിപാടി ഞാൻ ഇവിടെ ചേർക്കും കേട്ടോ. എന്താ സാറേ ഇങ്ങനെ? എന്നാ ശരി.
സോ ഗൈസ് നമ്മൾ നൈസായിട്ട് പെട്ടിട്ടുണ്ട്. അത് നല്ലൊരു ദിവസം ഓണമായിട്ട് നമ്മൾ നൈസായിട്ട് ജയിലിൽ പെട്ടിട്ടുണ്ട്. എന്നെക്കാളും ഡൊമിങ്കോസിനെ കണ്ടിട്ട് വന്നിട്ട് ജയിലിൽ പെട്ടായിരുന്നു. എന്നാൽ അവൻ്റെ പേരെങ്കിലും പറയാമെന്ന്. എന്ന് വെച്ചാൽ ഇന്നൊരു ബലക്കുള്ള ദിവസമാണ്. ഇനി എന്ത് ചെയ്യും ഗൈസ്? ഇനി എന്ത് ചെയ്യും എനിക്കൊന്നും അറിയില്ല. ഇത് ഏതോ ഒരു അറിയാത്ത സ്ഥലത്തും വന്ന് അവിടെ നിന്ന് ഇടിയും മേടിച്ച് വെറുതെ ജയിലിൽ വന്ന് കിടക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അവർക്ക് ആ ലെമ്പോർഗിനി കൊടുത്താൽ മതി. ഞാൻ ഇപ്പോഴേ ഓർത്തേ നമുക്ക് ജാക്കിനെ നേരെ ഫോണിൽ വിളിക്കാം. ഇതെന്താണ് ഈ ഫ്രാങ്ക്ലിൻ വരാന്നൊക്കെ പറഞ്ഞ് വരേണ്ട സമയം സദ്യയൊക്കെ ഞാൻ എല്ലാവർക്കും ഒരുക്കി വെച്ച് ഇവനെ കാണുന്നില്ലല്ലേ ഗൈസ്. നമുക്ക് നൈസായിട്ട് അവനെ അങ്ങോട്ട് വിളിച്ചു നോക്കാം. എന്റെ ഫോൺ എവിടെ പോക്കച്ചെങ്ങാൻ തപ്പിട്ട് കാണുന്നില്ല. കിട്ടിയിട്ട് ഇത് ഫ്രാങ്ക്ലിൻ ഇങ്ങോട്ട് വിളിച്ചു. എന്താണ് ഫ്രാങ്ക്ലിൻ? എടാ നീ ഒന്ന് പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരെ. എന്തിനാ പെട്ടെന്ന് ചോദിക്കരുത്. നീ മറ്റേ വെപ്പൺസ് ഒക്കെ എടുത്തിട്ട് വാക്ക് ആ പോലീസുകാർ അടിച്ചിടാണ്ട് ഒന്ന് പെട്ടെന്ന് വാടാ, എന്നെ രക്ഷിക്കടാ. എടേടാ ഫ്രാങ്ക്ലിൻ ടെൻഷൻ ആവില്ല. ഞാൻ എപ്പോഴൊക്കെ എടുത്തിട്ട് വരും. നീ എന്നെ കൂടി ടെൻഷൻ ആവാ. നീ അവിടെ കാമായിട്ട് ഇരിക്കും. ഒന്നും നടന്നിട്ടില്ല, നീ ആരെയും വിളിച്ചിട്ടില്ലെന്ന പോലെ ഇരിക്കും. ഞാൻ പെട്ടെന്ന് വന്ന് എല്ലാത്തെയും തീർത്ത് കളയാം. ശരി പെട്ടെന്ന് വന്നം കേട്ടാ. ഞാൻ പെട്ടെന്ന് വരാം. സോ ഗൈസ്, ഫ്രാങ്ക്ലിൻ നമ്മളെ വിളിച്ചായിരുന്നു. അവനെ പോലീസ് വിളിച്ചത്. ഇനി എവിടെ പരിപാടിയാന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണല്ലോ ഫ്രാങ്ക്ലിൻ. എന്തായാലും നമ്മുടെ ഫോർച്യൂണറിൽ നമുക്ക് പെട്ടെന്ന് പോകാം ഗൈസ്. ഇന്ത്യൻ പൈട്രൺ 3D സിറ്റിയില് ഫ്രാങ്ക്ലിന് കാറുള്ള പോലെ ഇവിടെ എനിക്കുണ്ട് കാറ്. പിന്നെ ഫ്രാങ്ക്ലിനെ പോലെ അത്രക്ക് പ്രോ ഡ്രൈവർ അല്ല. അതാണ് ഞാൻ പോണ വഴി എല്ലാത്തിനും ഇടിച്ചിടും ഗൈസ്. ഇടിച്ചു പോണ ദിവസം എന്ന് വെച്ചാൽ വളരെ വളരെ റയറാണ്. റയർ എന്ന് പറഞ്ഞാൽ ഇജാതി റയർ. പോലീസ് സ്റ്റേഷൻ എൻ്റെ വീട്ടിൽ നിന്ന് ഭയങ്കര അടുത്താണ്. എന്താണെന്ന് ചോദിക്കാൻ പാടാം. അല്ല ഇവിടെയൊക്കെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ഇതൊക്കെ കയറ്റാം. ഫ്രാങ്ക്ലിൻ്റെ സിറ്റി ആണെന്നും പറ്റൂല. പോലീസുകാരെ ഭയങ്കര പേടിയാ. സാറേ ആ ഫ്രാങ്ക്ലിനെ റിലീസ് ചെയ്യാവും. എന്താ ഫ്രാങ്ക്ലിൻ റിലീസ്? അത് നടക്കത്തില്ല. നീ ആ ഫ്രാങ്ക്ലിൻ്റെ ആളാണല്ലേ, മര്യാദക്ക് പോയിക്കോല്ലേ. നിന്നെ പിടിച്ച് ലോക്കപ്പ് ഇടും. സാറേ ഒന്ന് വിട് സാറേ. എന്നെ ലോക്കപ്പ് ഇടുന്നു. ഈ ജാക്കിനെ ലോക്കപ്പ് ഇടാൻ നിങ്ങളൊക്കെ എന്നാ നിങ്ങളൊക്കെ ചാവങ്ങട്ട്. എന്നെ കുറെ നേരെ അയ്യോ എന്നെ വിടിക്കില്ല. ചാവ് എല്ലാവരും. ഈ ജാക്കിനെ ദേഷ്യം പിടിപ്പിച്ച ഇങ്ങനെ ഇരിക്കും. എന്റെ ഫ്രാങ്ക്ലിനെ വിടില്ല. ഫ്രാങ്ക്ലിൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എല്ലാരും ചാവടാ. ചാവ് 5 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് ഒന്നും ഇല്ല, 5 സ്റ്റാർ ആണ്. ഇനി സിറ്റിയുള്ള എല്ലാ പോലീസും വന്ന് എന്റെ അഞ്ചത്തേക്ക് കയറും. എന്നാലും കുഴപ്പമില്ല. ബെസ്റ്റ് ഫ്രണ്ടായ ഫ്രാങ്ക്ലിനെ ഞാൻ എന്ത് വില കൊടുത്താലും രക്ഷപ്പെടുത്തും. എല്ലാத்தைയും തട്ടിട്ടുണ്ട്. ഇനി ഫ്രാങ്ക്ലിനെ പോയി ആ സെല്ലിന്ന് വിളിച്ചെടുക്കാം. എടാ ഫ്രാങ്ക്ലിനെ പെട്ടെന്ന് ഇന്നെങ്കിലും നീ സമയത്ത് വന്നല്ലേ. എപ്പോഴും നീ ലേറ്റ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് വരുവാടാ. പെട്ടെന്ന് കാർ എടുക്ക. എന്താ പറ്റിയെന്നൊക്കെ കാറിൽ കയറിയിട്ട് പറയാം. നീ എന്നെ കാറിൽ കയറ്റാലോ പോവാ ജാക്ക. പെട്ടെന്ന് കേട്ടാ ഫ്രാങ്ക്ലിൻ. ഇനി നിന്റെ കഥ എന്താന്ന് വെച്ചില്ലേ, ഞാൻ കറക്റ്റായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ലെമ്പോർഗിനി എടുക്കാൻ പോയപ്പോഴേക്കും 3 ഗുണ്ടകൾ തന്നു. ഒരു ലെമ്പോർഗിനിയിലാ പോകത്തില്ലെന്ന്. ഞാൻ മര്യാദക്ക് അടിയുണ്ടാക്കാൻ നൈസായിട്ട് മുങ്ങാൻ നോക്കിയപ്പോൾ അവർ സമ്മതിച്ചില്ല. അപ്പൊ ഞാൻ അവന്മാരെ 3 പേര് ഇടിച്ചിട്ട് ഇത് പോലീസ് വന്നിട്ട് പറഞ്ഞ് ഞാൻ അവരെ കൊന്നെ. എന്താണ് ഞാൻ കണ്ണു പറഞ്ഞ ജയിലാണ്. ഇവിടത്തെ പോലീസുകാരൊന്നും ഗുണ്ടകളുടെ കൂടെ. എന്തായാലും നീ വന്ന് സദ്യ ഓണായിട്ട് നിന്റെ ലെക്ക് ഭയങ്കരാന്ന് എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും ആവട്ടെ. ഷിൻചാനെ എല്ലാരും ഹാപ്പി ഓണം കേട്ടാ. ഹാപ്പി ആണോ. അപ്പൊ നിങ്ങളൊക്കെ പെട്ടെന്ന് വന്ന് നമുക്ക് സദ്യ തന്നെ ഗൈസ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി ഫ്രാങ്ക്ലിൻ പറയും. എപ്പോഴും ഫ്രാങ്ക്ലിൻ തന്നെയല്ല പറയണം. അത് കാരണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കുറേ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ ഞങ്ങൾക്ക് സദ്യ തരും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.